വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വലിയ ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നെറ്റ് സ്റ്റിച്ച് നല്ലതാണ്. അതുപോലെ ഫ്ലവേഴ്സ് മാത്രമല്ല, വലിയ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഡിസൈനുകൾ ഫില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് ഈ നെറ്റ് സ്റ്റിച്ച് ഉപയോഗിക്കാം. കുഷൻ കവേർഡിലൊക്കെ എംബ്രോയിഡറി ചെയ്യുമ്പം നെറ്റ് സ്റ്റിച്ച് വളരെ നല്ലതാണ്. വേഗം ഫില്ലായി കിട്ടും. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് നെറ്റ് സ്റ്റിച്ച്. ചെറിയ ഫ്ലവേഴ്സൊക്കെ നെറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല, ആ സ്റ്റിച്ച് അത്ര മനസ്സിലാവില്ല. ഇതുപോലെയുള്ള വലിയ പെറ്റലുകളുള്ള ഫ്ലവേഴ്സിനാണ് നെറ്റ് സ്റ്റിച്ച് നന്നാവുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നെറ്റ് സ്റ്റിച്ച് നമ്മൾ പലതരത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ടുള്ള നെറ്റ് സ്റ്റിച്ചാണ്. ഒരു വീവ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള നെറ്റ് സ്റ്റിച്ചുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡ് എടുത്തിരിക്കുന്നത്, ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ്. നമുക്ക് സാധാരണ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 6 സ്ട്രാൻഡ്സ് എടുക്കേണ്ടി വരും. പേൾ കോട്ടൺ ആകുമ്പം 1 അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്. നമുക്ക് ഒരുപാട് വലിയ ഡിസൈനാണ്, നല്ല തിക്കായിട്ട് കുറച്ച് വലിയ വലിയ നെറ്റായിട്ടാണ് വരേണ്ടതെങ്കിൽ നമുക്കൊരു പേൾ കോട്ടൺ 2 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്ട്രാൻഡ് എടുത്തിട്ടുള്ളൂ. ഒറ്റ സ്ട്രാൻഡാണ് നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ അടിഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടിയിൽ നമുക്ക് നെറ്റിന് എത്ര വലിപ്പം വേണം, നമ്മൾ നെറ്റ് പോലെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം വലിപ്പത്തിൽ ഈ നെറ്റുകൾ വരണോ അതനുസരിച്ച് വേണം നമ്മൾ ആദ്യത്തെ കുത്തിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ പെറ്റലിൻ്റെ ഏറ്റവും താഴെ നിന്നും കുറച്ച് മുകളിലേക്ക് നീക്കി ഇതുപോലെ നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഇനി അടിയിൽ നിന്നും ഇങ്ങനെ മുകളിലേക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ത്രെഡ് നീഡിലിന് അടിയിൽ കൂടെ വരണം, ഇങ്ങനെ കുത്തിയെടുക്കുക. വീണ്ടും കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ കുത്തിയെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടെ തയ്ക്കാനുള്ള സ്പേസ് ഇല്ല, അപ്പോൾ ഇവിടെ താഴേക്ക് ഇറക്കാം. കുറച്ചുകൂടെ മുകളിലേക്ക് ഇവിടെ കുത്തുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നും ഈ അറ്റത്തുനിന്ന് വേണ്ട, കുറച്ച് സെൻറ്ററിലേക്ക് നീക്കിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. നമ്മുടെ നെറ്റിൻ്റെ വലിപ്പം എല്ലാം ഒരുപോലെ ഏകദേശം വരാൻ നോക്കണം. കുറച്ച് ചെറിയ മാറ്റങ്ങളൊന്നും വന്നുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കുത്തിയെടുക്കുക. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇവിടെ കുത്തിയിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അടുത്ത റോ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി. ഡബിൾ ഷെയ്ഡ് അല്ലെങ്കിൽ മൾട്ടി കളർ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്താലും ഈ സ്റ്റിച്ച് നല്ല ഭംഗിയാണ് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മളുടെ ഒരു പെറ്റൽ ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചോ ഏതെങ്കിലും വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാ പെറ്റലുകളും ഒന്ന് ഫില്ല് ചെയ്തിട്ട് അവസാനം ഔട്ട്ലൈൻ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നെറ്റ് സ്റ്റിച്ച് വെച്ച് ഞാൻ ഇതിൻ്റെ എല്ലാ പെറ്റലുകളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തയ്ക്കണം. ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പെറ്റലുകൾ നല്ല എടുത്ത് മനസ്സിലാവത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന പോലെ തോന്നും. ഔട്ട്ലൈൻ കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ട് ഓരോ പെറ്റലും തിരിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ സെയിം ഷെയ്ഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ഷെയ്ഡ് വെച്ച്. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കാൻ പോകുന്നത്. ഔട്ട്ലൈൻ കൊടുക്കാൻ നമുക്ക് സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ഏതെങ്കിലും ഉപയോഗിക്കാം. ചെയിൻ സ്റ്റിച്ച് വെച്ചും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്കിതിൻ്റെ എല്ലാ ഇതിലുകളുടെയും ഔട്ട്ലൈൻ തയ്ച്ചെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഈ ഏറ്റവും സെൻറ്ററിലുള്ള ചെറിയ സർക്കിളിൽ ഈ സെയിം ത്രെഡ് വെച്ച് തന്നെ ഈ ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് വെച്ച് കുറച്ച് ഫ്രഞ്ച് നോട്ടുകൾ കൊടുക്കാം. അതിനകം ഫ്രഞ്ച് നോട്ട് കൊടുത്തങ്ങ് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത് മുഴുവൻ ഒരു യെല്ലോ ഷെയ്ഡ് ത്രെഡ് വെച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മും ലീഫും തയ്ക്കാം. ഗ്രീൻ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെമ്മുകൾ ആദ്യം സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്തെടുക്കാം. ഇത് വീതിയുള്ള സ്റ്റെം ആയതുകൊണ്ട് 2 തവണ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫ് ചെയ്യാം. ലീഫ് ഞാനൊരു ഫ്ലൈ സ്റ്റിച്ച് വെച്ചാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മും ലീഫും കൂടെ ചെയ്തെടുക്കാം. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വലിയ ലീഫുകളെല്ലാം ഫ്ലൈ സ്റ്റിച്ച് വെച്ചും അതുപോലെ ഈ ചെറിയ ലീഫ് ലേസി ഡീസി സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കിയ ഈ നെറ്റ് സ്റ്റിച്ചും അതുപോലെ ഈ ഡിസൈനും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്